എമ്പുരാൻ വൈകും, ഇന്ന് തിയേറ്ററിലെത്തില്ല. മോദി RSS ആസ്ഥാനത്തെത്തിയത് വിരമിക്കൽ സന്നദ്ധത അറിയിക്കാനെന്ന സഞ്ജയ് റാവുത്ത്. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. മാറ്റങ്ങൾ വരുത്തിയ എമ്പുരാന്റെ പുതിയ പതിപ്പ് ഇന്ന് തിയേറ്ററുകളിലെത്തില്ല. സാങ്കേതിക കാരണങ്ങളാലാണ് റീ എഡിറ്റിംഗ് പതിപ്പ് വൈകുന്നത്. നാളെയോടെ പുതിയ പതിപ്പ് പ്രദർശനത്തിന് എത്തുമെന്നാണ് വിവരം. ഇന്ന് വൈകിട്ടോടെ പുതിയ പതിപ്പ് തിയേറ്ററുകളിലെത്തുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി RSS ആസ്ഥാനത്തെത്തി മോഹൻ ഭാഗവതിനെ കണ്ടത് അദ്ദേഹത്തിന്റെ വിരമിക്കൽ തീരുമാനം അറിയിക്കാനാണെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റാവുത്ത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയുകയാണ്. മോദി RSS ആസ്ഥാനത്തെത്തി 24 മണിക്കൂറുകൾ പിന്നിടുമ്പോഴാണ് സഞ്ജയ് റാവുത്തിന്റെ വെളിപ്പെടുത്തൽ. അടുത്ത നേതാവ് മഹാരാഷ്ട്രയിൽ നിന്നായിരിക്കുമെന്നാണ് തനിക്ക് അറിയാനായത്. 2029 തിരഞ്ഞെടുപ്പിന് മുൻപ് മോദി വിരമിക്കുമെന്നാണ് സൂചന. സെപ്റ്റംബറിലാണ് നരേന്ദ്രമോദി വിരമിക്കാൻ പദ്ധതിയിടുന്നതെന്നും സഞ്ജയ് റാവുത്ത് പറയുന്നു. ഉത്സവത്തിനും വിഷു അനുബന്ധ പൂജകൾക്കുമായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 4 മണിയോടെ തന്ത്രി കണ്ഠര രാജീവന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കും. ഏപ്രിൽ 2 രാവിലെ 9:45 10:45 മധ്യേയാണ് കൊടിയേറ്റം. ഏപ്രിൽ 11 പമ്പാ നദിയിൽ ആറാട്ട് നടക്കും. ഏപ്രിൽ 14 വിഷുദിനത്തിൽ പുലർച്ചെ 4 മണി മുതൽ 7 വരെ വിഷുക്കണി ദർശനം ഉണ്ടായിരിക്കുന്നതാണ്. ഏപ്രിൽ 18 നട അടയ്ക്കും. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ ഇന്ത്യയിൽ പതിവിലും കൂടുതൽ ചൂട് അനുഭവപ്പെടുമെന്നും മധ്യകിഴക്കൻ ഇന്ത്യയിലും വടക്കു പടിഞ്ഞാറൻ സമതലങ്ങളിലും കൂടുതൽ ഉഷ്ണതരംഗ ദിനങ്ങൾ ഉണ്ടാകുമെന്നും IMD അറിയിച്ചു. ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും സാധാരണയേക്കാൾ ഉയർന്ന താപനിലയായിരിക്കും അനുഭവപ്പെടുക. എന്നാൽ കിഴക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലെ ചില പ്രദേശങ്ങളിൽ താപനില സാധാരണയേക്കാൾ കൂടുതലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മിക്ക പ്രദേശങ്ങളിലും കുറഞ്ഞ താപനില സാധാരണയേക്കാൾ കൂടുതലായിരിക്കുമെന്നും ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് മേധാവി മൃത്യുഞ്ജയ് മൊഹാപത്ര ഒരു ഓൺലൈൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. സെക്രട്ടേറിയറ്റിനു മുന്നിൽ തലമുണ്ഡനം നടത്തിയവർ പ്രതിഷേധിക്കേണ്ടത് ഡൽഹിയിലാണെന്ന് മന്ത്രി V ശിവൻകുട്ടി. വെട്ടിയ തലമുടി കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ വഴി കേന്ദ്ര സർക്കാരിന് കൊടുത്തയക്കണം. BJPയുടെ പ്രാദേശിക ജനപ്രതിനിധികൾ സമരത്തിൽ നുഴഞ്ഞുകയറിയിട്ടുണ്ടെന്നും ശിവൻകുട്ടി ആരോപിച്ചു. സുരേഷ് ഗോപി കുടയും റെയിൻകോട്ടും കൊടുത്തതുകൊണ്ടൊന്നും ആശാവർക്കർമാർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കില്ല. ആർജവമുണ്ടെങ്കിൽ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ഈ ആവശ്യം നടത്തിയെടുക്കണമെന്നും ശിവൻകുട്ടി പറഞ്ഞു. അലഹബാദ് ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് ഉത്തർപ്രദേശിൽ ജഡ്ജിമാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റി. 582 ജഡ്ജിമാരെയാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച ഹൈക്കോടതി രജിസ്ട്രാർ ജനറൽ രാജീവ് ഭാരതി വിജ്ഞാപനമിറക്കി. ജുഡീഷ്യൽ നടപടിക്രമങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനാണ് നടപടിയെന്നാണ് വിശദീകരണം. ഗ്യാൻവാപ്പി വിധിയിൽ വിവാദത്തിലായ ജസ്റ്റിസ് രവികുമാർ ദിവാകറും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ നോയിഡയിൽ വൻ തീപിടുത്തം. സൂരജ്പൂർ പ്രദേശത്തെ ഒരു പ്ലാസ്റ്റിക് ഫാക്ടറിയിലാണ് തീപിടുത്തം ഉണ്ടായത്. 15ലധികം തൊഴിലാളികൾ അകത്ത് കുടുങ്ങിക്കിടക്കുന്നതായാണ് സംശയം. അഗ്നിരക്ഷാ സേന സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ഇതുവരെ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. വീണ്ടും കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ MP. കോവിഡ് കാലത്തെ വാക്സിൻ നയതന്ത്രം ഇന്ത്യയെ നേതൃപദവിയിലേക്ക് ഉയർത്തിയെന്ന് ശശി തരൂർ പറഞ്ഞു. ദ വീക്ക് മാഗസിനിൽ എഴുതിയ ലേഖനത്തിലാണ് ശശി തരൂരിന്റെ പരാമർശം. അഹമ്മദാബാദിൽ AICC സമ്മേളനം ആരംഭിക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെയാണ് കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കിയുള്ള തരൂരിന്റെ പുതിയ ലേഖനം. ഇതു സംബന്ധിച്ച കോൺഗ്രസ് നേതാക്കൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഡൽഹിയിലെ ഛത്തർപൂരിൽ വൻ ലഹരി മരുന്ന് വേട്ട. വാഹനത്തിൽ കടത്തിയ 10.2 കോടി രൂപ വിലമതിക്കുന്ന 5 കിലോഗ്രാം ഉയർന്ന നിലവാരമുള്ള ക്രിസ്റ്റൽ മെത്താംഫെറ്റാമിൻ പിടികൂടി. 4 ആഫ്രിക്കൻ പൗരന്മാർ ഉൾപ്പെടെ വാഹനത്തിലുണ്ടായിരുന്നു. 5 പേരെ അറസ്റ്റ് ചെയ്തു. മെത്താംഫെറ്റാമൈൻ കൈമാറ്റം നടക്കുമെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും ഡൽഹി പോലീസിന്റെ പ്രത്യേക സെല്ലും സംയുക്തമായി നിരീക്ഷണം നടത്തി വരികയായിരുന്നു. തുടർന്നാണ് സംഘം പിടിയിലായത്.
യൂറോപ്യൻ പാർലമെന്റിന്റെ പണം സ്വന്തം പാർട്ടിക്കാർക്കും പേഴ്സണൽ സ്റ്റാഫിനും ശമ്പളം നൽകാൻ ഉപയോഗിച്ച കേസിൽ ഫ്രാൻസിലെ പ്രതിപക്ഷ നേതാവ് മരീൻ ലെ പെൻ കുറ്റക്കാരി. 4 വർഷം തടവ് ശിക്ഷയും 1 ലക്ഷം യൂറോ പിഴയും പാരീസ് ക്രിമിനൽ കോടതി ജഡ്ജി വിധിച്ചു. 5 വർഷത്തേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ലെന്നാണ് റിപ്പോർട്ട്. ഇതോടെ 2027 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മരീൻ ലെ പെന്നിന് കഴിയാതെയാകും. ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.